ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഇത് പീഡാനുഭവ ധ്യാനങ്ങളുടെ കാലഘട്ടം. എന്തിനാണ് നമ്മൾ പീഡാനുഭവം, കുരിശുമരണം, കുരിശിൻ്റെ വഴി ഇതൊക്കെ ധ്യാനിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾ ഈ സംശയം ചോദിച്ചാൽ നമുക്കെന്തെങ്കിലും മറുപടി പറയാൻ സാധിക്കും. എന്നാൽ ഇന്ന് കൗമാരപ്രായക്കാരും യുവജനങ്ങളുമെല്ലാം ഇതേ ചോദ്യം മാതാപിതാക്കളോട് ചോദിക്കുന്നൊരു കാലഘട്ടമാണ്. ചിലപ്പോൾ മാതാപിതാക്കൾക്ക് തന്നെ ഒരു സംശയം വരികയാണ്, ഇതൊക്കെ വെറും ആചാരങ്ങളല്ലേ, എന്തിനാണ് ഞാൻ കുരിശിൻ്റെ വഴി, യേശുവിൻ്റെ പീഡാനുഭവം ധ്യാനിക്കുന്നത്? ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. കുരിശിൻ്റെ വഴി ധ്യാനിക്കുന്നത് എന്തിന്? കുരിശിൻ്റെ വഴി ധ്യാനിച്ചത് കൊണ്ട് സമൂഹത്തിനും എനിക്കും എന്ത് പ്രയോജനമാണ് ഉള്ളത്? പ്രിയമുള്ളവരെ, കത്തോലിക്ക തിരുസഭ തങ്ങളുടെ വിശ്വാസികൾക്ക് യേശുവിൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ധ്യാനിക്കുവാനുള്ള അവസരമൊരുക്കുന്നത് ലിറ്റർജിയിലൂടെയാണ്. നമ്മളുടെ സഭയുടെ ലിറ്റർജിയുടെ ക്രമീകരണങ്ങൾ, ആരാധനാ ക്രമീകരണങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. യേശുവിൻ്റെ ജീവിതം പൂർണ്ണമായും അവൻ്റെ ജനനം മുതൽ ഉത്ഥാനം വരെ വിവരിച്ചു കൊടുക്കുന്ന, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരാഘോഷമാണ് യഥാർത്ഥത്തിൽ ലിറ്റർജി. നമ്മൾ വെറുതെ പള്ളിയിൽ പോവുകയും വരികയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ലിറ്റർജി മധുരതരമായി ആസ്വദിക്കാനാവുകയില്ല. എന്നാൽ ലിറ്റർജിയെ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണെങ്കിൽ അക്ഷരാഭ്യാസമില്ലാത്തവർക്ക് പോലും യേശുവിൻ്റെ ജീവിതവും സന്ദേശവും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വ്യക്തമാകുന്ന രീതിയിലാണ് സഭ തൻ്റെ ആരാധനാക്രമത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് യേശുവിൻ്റെ പീഡാനുഭവം, ക്രൂശീകരണം. ഇതൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന ഈ നോമ്പ് കാലം. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഡൊമിനിക് വാളമിനാൽ അച്ഛൻ പറഞ്ഞ ഒരു ഉദാഹരണം, ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ്റെ ചെറുപ്പകാലത്ത് ഷെമ്മാശനായിരിക്കുമ്പോൾ അച്ഛൻ്റെ സുഹൃത്തുക്കളായ ഒരു കുടുംബത്തോടൊപ്പം അദ്ദേഹം ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പോവുകയാണ്. ഈ യാത്ര കാറിലാണ്. ഈ കുടുംബം വളരെ ഭക്തരായ മനുഷ്യരാണ്. അതുകൊണ്ട് അവർ ഈ കാറിലെ യാത്രയിൽ വചന സംബന്ധിയായ കാര്യങ്ങൾ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷെമ്മാശനായ അച്ഛനും അവരോടൊപ്പം ചേർന്ന് വളരെ സന്തോഷത്തോടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് അതിലെ കുടുംബനാഥൻ ഒരു വചനം പറഞ്ഞു. അത് ഈ വചനമാണ്, 1 കൊറിന്തോസ് 2:2. യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഈ വചനം യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയണ്ട എന്ന് പറയുന്ന വചനം ഒരിടിത്തി പോലെ ഷെമ്മാശനായിരുന്ന ഡൊമിനിക് അച്ഛൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ് അച്ഛൻ പറയുന്നത്. അവർ ആ വചനം അങ്ങോട്ട് പങ്കുവെച്ച സമയത്ത് ഷെമ്മാശൻ അകത്തിരുന്നൊരു തീരുമാനമെടുക്കുകയാണ്, ഇനി എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്കറിയണ്ട. പ്രിയമുള്ളവരെ, നമ്മളുടെ കത്തോലിക്ക തിരുസഭ ഒരു വലിയൊരു കാലഘട്ടം മുഴുവൻ ക്രൂശിതനായവനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും അവനെക്കുറിച്ച് മാത്രം ലോകത്തോട് പ്രഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. ഈ ഒരു വലിയ കാലഘട്ടം മുഴുവൻ നമ്മൾ മറ്റൊന്നിനെക്കുറിച്ചും പറയുന്നില്ല. യേശുക്രിസ്തുവും അതും ക്രൂശിതനായ ക്രിസ്തുവും അല്ലാതെ മറ്റൊന്നും നമ്മളുടെ ചിന്തകളിൽ വിഷയമാകുന്നില്ല. അപ്പോൾ തികച്ചും വചനത്തിനനുസൃതമായ പൗലോസിന്റെ ആധ്യാത്മികതയോട് ചേർന്ന് നിൽക്കുന്ന ആധ്യാത്മികതയിലേക്ക് ഒരു കത്തോലിക്കനെ കൈപിടിച്ചുയർത്തുന്ന വലിയ അനുഭവമാണ് നമ്മളുടെ നോമ്പ് കാലഘട്ടം. വീണ്ടും പൗലോസ് മറ്റൊരു സ്ഥലത്ത് പറയുകയാണ്, 1 കൊറിന്തോസ് 1:18. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷയിലൂടെയാണ് ചരിക്കുന്നതെങ്കിൽ നമ്മൾ കുരിശിൻ്റെ വചനം, യേശുവിൻ്റെ കുരിശുമായി ബന്ധപ്പെട്ടുള്ള, യേശുവിൻ്റെ ക്രൂശീകരണവും പീഡാനുഭവവുമായി ബന്ധപ്പെട്ടുള്ള ശക്തിയേറിയ വചനങ്ങൾ ധ്യാനിക്കുന്ന ഒരവസരം നമുക്ക് കിട്ടിയാൽ അത് നമുക്ക് വളരെ സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. കാരണം എന്താണ്? അത് നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയായിട്ട് അനുഭവപ്പെടും. അപ്പോൾ പീഡാനുഭവ കാലഘട്ടത്തിൽ കുരിശിൻ്റെ വചനം ധ്യാനിക്കുന്ന നമുക്ക്, ക്രൂശിതനായവനെ കുറിച്ച് ചിന്തിക്കുന്ന നമുക്ക് അത്ഭുതകരമായ ദൈവിക ശക്തിയുടെ ഒരു
അനുഭവമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ഇത് വെറും ഒരു ആചാരമാണോ എന്ന് കരുതി പുറമേ നിന്ന് നോക്കി നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇത് അനുഭവവേദ്യമാവുകയില്ല. ഇത് ബൈബിളിന്റെ ഭാഗമായ വിശുദ്ധ പൗലോസും മറ്റ് അപ്പസ്തലന്മാരും എല്ലാവരും ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു വികാരമാണ്. ക്രൂശിതനെ കുറിച്ചുള്ള ചിന്ത, അവനെക്കുറിച്ചുള്ള ധ്യാനമെന്ന് വ്യക്തമായ അറിവോടുകൂടി ഇതിൽ പൂർണ്ണമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് നോമ്പ് കാലത്തിന്റെ വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. 1 കൊറിന്തോസ് 1:23 ഇങ്ങനെ പറയുകയാണ്, എന്തെന്നാൽ ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആരാണ്? അപ്പോസ്തലന്മാർ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മളുടെ തിരുസഭ ഒരു വലിയ കാലഘട്ടം മുഴുവൻ യഹൂദർക്ക് ഇടർച്ചയ്ക്കും വിജാതിയർക്ക് ഭോഷത്വമായും തോന്നുന്ന അത്ഭുതകരമായ യേശുവിൻ്റെ കുരിശിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഈ കാലഘട്ടം, നമ്മൾ നോമ്പ് കാലത്ത് മാത്രമല്ല യേശുവിൻ്റെ കുരിശിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്, നമ്മളുടെ ജീവിതകാലത്തിൽ മുഴുവൻ സഭയിലെ മറ്റെല്ലാ കാലഘട്ടങ്ങളിലും യേശുവിൻ്റെ കുരിശും ക്രൂശിതനായവനെ കുറിച്ചുള്ള വചനവും വളരെ പ്രസക്തമാണ്. എന്നാൽ അതിനുവേണ്ടി മാത്രം നമ്മളൊരു കാലഘട്ടം മാറ്റിവെക്കുകയാണ് നോമ്പ് കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിലാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ ആദ്യമായി അവരുടെ മനസ്സ് ഓരോ കാര്യങ്ങൾ ഗ്രഹിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ആദ്യമായി ഈശോ എങ്ങനെയാണ് മരിച്ചത്, ഈശോയ്ക്ക് എങ്ങനെയാണ് നമുക്ക് വേണ്ടി രക്തം ചിന്തുവാൻ സാധിച്ചത്, അവിടെ നിന്ന് അനുഭവിച്ച വേദനകൾ എന്തൊക്കെയാണ്, എത്ര ത്യാഗം സഹിച്ചാണ് എൻ്റെ കർത്താവ് എനിക്ക് രക്ഷ നേടിത്തന്നതെന്ന് ഒരു കുഞ്ഞ് ഗ്രഹിക്കുന്ന സമയമാണ് നോമ്പിൻ്റെ കാലഘട്ടം. പ്രിയമുള്ളവരെ, നമ്മളുടെ വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞ് മാത്രമല്ല, ഈശോയെക്കുറിച്ച് അറിഞ്ഞുകൂടാതെ നമുക്ക് ചുറ്റും ജീവിക്കുന്ന നാനാജാതി മതസ്ഥരായ നമ്മുടെ സഹോദരങ്ങൾ നമ്മളുടെ ഈശോ എങ്ങനെയാണ് മനുഷ്യകുലത്തിന് വേണ്ടി മുഴുവനും ത്യാഗം സഹിച്ച് മരിച്ചതെന്ന് അറിയുന്ന ഒരു പ്രഘോഷണത്തിന്റെ കാലഘട്ടമാണ് നമ്മളുടെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്ന ഈ നോമ്പ് കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമ്മളിത് വളരെ ഭക്തിയോടെ അനുഷ്ഠിക്കുമ്പോൾ എല്ലാവരും അന്വേഷിക്കും, എന്താണ് ഇവർ ചെയ്യുന്നത്? അന്നേരം അവർ അറിയുകയാണ്, നമ്മളുടെ കർത്താവ് കുരിശിൽ മരിച്ചത് ഇത്രമാത്രം പീഡകൾ സഹിച്ചുകൊണ്ടാണ്. ആ കാലഘട്ടത്തെ ആ സഹനത്തെയും ഓർമ്മിച്ച് 2000 വർഷം മുമ്പ് അവൻ ഈ പീഡ അനുഭവിച്ച ആ കാലഘട്ടത്തിൽ, ഈ പീഡനങ്ങൾക്കായി ഒരുങ്ങിയ ആ വലിയ വേദനയുടെ കാലഘട്ടത്തിൽ, അതേ കാലഘട്ടത്തിൽ ഇന്ന് ഈ വർഷം നമ്മൾ അവനോടൊപ്പം അതിൽ പങ്കെടുക്കുകയാണ്. ആ രക്ഷയെ നമ്മളുടെ ജീവിതത്തിൽ അനുഭവപ്രദമാക്കുകയാണ് എന്ന സത്യം ലോകം മുഴുവൻ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് നോമ്പിന്റെ കാലഘട്ടം. ഇതാ പ്രിയമുള്ളവരെ, ഈ സമയം നമുക്ക് പൂർണ്ണമായ ത്യാഗത്തോടുകൂടി ലോകത്തെ മുഴുവൻ കർത്താവിലേക്ക് ക്ഷണിക്കുവാൻ പറ്റുന്ന വലിയ അവസരമാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ കുരിശിന്റെ വചനം ഈ ലോകത്തോട് മുഴുവൻ സഭ ഒന്നടങ്കം പ്രഘോഷിക്കുന്ന അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പീഡാനുഭവം ധ്യാനിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നന്മകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, നമ്മളുടെ മനസ്സുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ പീഡാനുഭവം മുഴുവൻ ധ്യാനിക്കുക. മനസ്സിന് വളരെ വലിയ പ്രത്യേകതകളുണ്ട്. 2000 വർഷം മുമ്പ് യേശുവിൻ്റെ പീഡാനുഭവം കാണുവാൻ നമുക്ക് സാധിച്ചില്ല. അത് നമ്മുടെ ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്ന് നമുക്ക് പറയാനാവില്ല. കാരണം ആ കാലഘട്ടത്തിൽ നമ്മൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏത് നിലപാടെടുക്കും എന്ന് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടാ. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയും, കർത്താവേ, അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമായിരുന്നുവെന്ന്. എന്തായാലും 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നിന്ന് കർത്താവിൻ്റെ പീഡാനുഭവത്തെ നമുക്ക് മനസ്സുകൊണ്ട് മാത്രമേ നോക്കിക്കാണുവാൻ സാധിക്കുകയുള്ളൂ. മനസ്സിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു വലിയ പ്രത്യേകതയുണ്ട്. വലിയ യാഥാർത്ഥ്യ തലത്തിലേക്ക് അല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നമുക്ക് പലപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയും. നിശ്ചയമായും നമ്മളുടെ ഭൂതകാലഘട്ടത്തിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയും. ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ മനസ്സിന് ദൈവം ഭാവിയെ നോക്കിക്കാണുവാനുള്ള വലിയ കൃപയും കൊടുത്തിട്ടുണ്ട്. മനസ്സിന് ദൈവം നൽകുന്ന ഒരു വലിയ ശക്തിയാണ് നമ്മളുടെ ജീവിതത്തിലോ മറ്റുള്ളവരുടെ ജീവിതത്തിലോ ഉള്ള സംഭവങ്ങൾ നമ്മളുടെ മനസ്സുകൊണ്ട് ധ്യാനിക്കാൻ പറ്റുക എന്നത്. യേശുവിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങൾ നാം മനസ്സുകൊണ്ട് ധ്യാനിക്കുമ്പോൾ നമുക്ക് എന്ത് നേട്ടമാണ് വരിക? ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയുവാൻ പോവുകയാണ്. നിങ്ങൾ ഒരു വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് ഇഷ്ടമില്ലാത്ത ഒരാൾ ആ വഴിയിൽ നടുക്ക് വന്ന് നിങ്ങളോട് വളരെ മോശമായി ശോഭിച്ച് സംസാരിക്കുകയും ഇഷ്ടമില്ലാത്ത രീതിയിൽ പെരുമാറുകയും ചെയ്തു. നിങ്ങൾക്ക് വലിയ ക്ഷോഭമുണ്ടായി. പ്രതികരിക്കാതെ നിങ്ങൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. വീണ്ടും അടുത്ത ദിവസം നിങ്ങൾ അതേ സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ ഇല്ല. പക്ഷെ ആ സംഭവം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഇത് കടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് ആ സംഭവം നടന്നപ്പോഴുണ്ടായതുപോലെ ഒരു വൈകാരിക വിക്ഷോഭം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്.
വികാര വിക്ഷോഭം, ഒരു വൈകാരിക തലത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ അനുഭവം യഥാർത്ഥത്തിൽ ആ സംഭവം അവിടെ നടക്കുന്നില്ലെങ്കിലും നമ്മൾ ആ സംഭവത്തെ ചിന്തിച്ചത് കൊണ്ടാണ്, ആ സംഭവത്തെ ധ്യാനിച്ചത് കൊണ്ടാണ് നമ്മളുടെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ളൊരു വ്യതിയാനം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നത്. ഒന്ന് ഓർമ്മിച്ച് നോക്കുക. വളരെ തമാശയുള്ളൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ പണ്ട് നടന്നെങ്കിൽ നമ്മൾ ആ സംഭവം ഒരു ദിവസം ഇരുന്ന് ഓർക്കുകയാണെങ്കിൽ നമ്മൾ അറിയാതെ ചിരിക്കും. വളരെ ദുഃഖകരമായൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നത് അതേ വികാര തീക്ഷ്ണതയോടുകൂടി നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമുക്ക് സങ്കടം വരും. ചിലരൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന രീതിയിൽ സംഭവങ്ങളെ, കഴിഞ്ഞകാല സംഭവങ്ങളെ ഓർമ്മിക്കാറുണ്ട്. എന്താണ് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ഒരു സംഭവത്തെ ഓർമ്മിക്കുമ്പോൾ ആ സംഭവം അത് നമ്മളുടെ ശരീരത്തിൽ ഏത് തരത്തിലുള്ള ഒരു പ്രതിഫലനമാണോ സൃഷ്ടിക്കുവാൻ സാധ്യത, അത് ഓർമ്മിക്കുന്നതിൻ്റെ തീവ്രതയനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടും. ആ സംഭവം നടക്കുന്ന സ്ഥലത്ത് നമ്മളായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇതാണല്ലോ നമ്മളുടെ മനസ്സിനും ശരീരത്തിനും ദൈവം നൽകിയിരിക്കുന്ന ഒരു ബന്ധം. ഈ ബന്ധം മനസ്സിലെടുത്തുകൊണ്ട് ഈ സമയം നമ്മൾ ഈശോയെക്കുറിച്ച് ചിന്തിക്കുക. ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് ലഭിക്കേണ്ടതായ കൃപകളും നന്മകളും ആ ധ്യാനത്തിലൂടെ ലഭിക്കുക തന്നെ ചെയ്യും. എന്താണ് ഈശോയുടെ പീഡാനുഭവം ധ്യാനിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലും ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന അനുഭവം? അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. തിരുവചനത്തിൽ പറയുകയാണ്, ഏശയ്യ 53:5, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ഈശോയുടെ മേലുള്ള ശിക്ഷ നമ്മുടെ ശരീരത്തിനും നമുക്കും നൽകിയിരിക്കുന്ന ഒരു അനുഭവം രക്ഷയുടെ അനുഭവമാണ്. പിന്നെ എന്താണ്? ഈശോയുടെ മേലുണ്ടായ ക്ഷതങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന അനുഭവം സൗഖ്യത്തിൻ്റെ അനുഭവമാണ്. അപ്പോൾ ഈശോയുടെ മേലുള്ള ശിക്ഷ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ ഒരു വലിയ രക്ഷയുടെ, ഈശോയുടെ ക്ഷതങ്ങൾ നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഒരു വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാകും. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുകയാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് കുരിശിന്റെ വചനം ദൈവത്തിന്റെ ശക്തിയാണ്. നേരത്തെ നമ്മൾ വായിച്ചു കേട്ടു. ഈ വചനത്തിന്റെ ഒരടിസ്ഥാനത്തിൽ യേശുവിൻ്റെ കുരിശിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ അത് നമ്മളിൽ ദൈവിക ശക്തിയായി അനുഭവപ്പെടണം. പ്രിയമുള്ളവരെ, എത്ര തീവ്രതയോടെയാണോ ഈ രംഗത്തെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുന്നത്, അത്ര തീവ്രമായി ഇതിൻ്റെ ഫലം നമ്മളുടെ ശരീരത്തിൽ അനുഭവിക്കാൻ സാധിക്കണം. ഈ സൗഖ്യവും ഈ വിടുതലും ഈ കാണുന്ന രക്ഷയും നമ്മളുടെ ശരീരത്തിൽ അനുഭവിക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ധ്യാനം എന്ന് പറയുന്ന സിദ്ധി നമ്മൾ ഉപയോഗിക്കുകയാണ്. നമ്മളുടെ മനസ്സുകൊണ്ട് യേശു ആയിരുന്നിടത്തേക്ക്, അവൻ ഈ സഹനങ്ങൾ മുഴുവൻ നേരിട്ട സ്ഥലത്തേക്ക് ഒരു യാത്ര, അതാണ് കുരിശിൻ്റെ വഴി. ഇങ്ങനെ ഈ അർത്ഥത്തിൽ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വലിയ രക്ഷാകരമായ സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. പഴയ നിയമത്തിൽ ഈ കുരിശ് മരണത്തിന് സമാനമായ ഒരു സംഭവം ഈശോ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത്, ഇസ്രായേൽ ജനം മുഴുവൻ സർപ്പദംശനമേറ്റ് കിടക്കുമ്പോൾ മോശ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി കാണിക്കുന്ന സമയത്ത് ആരൊക്കെ ഈ പിച്ചള സർപ്പത്തെ നോക്കിയോ അവരെല്ലാം സർപ്പദംശനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. എന്നിട്ട് ഈ സംഭവം യേശു നിക്കോദേമോസിനോട് ആവർത്തിച്ചിട്ട് പറയുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതായത് ഒരു കമ്പിൽ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെ മനുഷ്യപുത്രൻ ഒരു കമ്പിൽ, ഒരു വടിയിൽ ഉയർത്തപ്പെടുന്ന സമയത്ത് അവനിലേക്ക് നോക്കുന്നവർക്കെല്ലാം നിത്യജീവന്റെ അനുഭവം ഉണ്ടാകും. പ്രിയമുള്ളവരെ, മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയ സകല മനുഷ്യർക്കും നിത്യജീവന്റെ വലിയ അനുഭവം ഉണ്ടായതുപോലെ യേശു കുരിശിൽ ഉയർന്നു നിൽക്കുന്ന ആ കുരിശു മരണത്തിന്റെ ആ അവസ്ഥയിലേക്ക് നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മളൊന്ന് നോക്കുമ്പോൾ, നമ്മൾ ആ ഈശോയിലേക്ക് നമ്മളുടെ മനസ്സും ഹൃദയവും ഉയർത്തുമ്പോൾ ആ സമയം നമ്മളിലേക്ക് നിത്യജീവൻ പ്രവഹിക്കുകയാണ്. നമ്മൾ പിശാചിന്റെ ദംശനങ്ങളേറ്റ് അവന്റെ സൂത്രവിദ്യകളും അവൻ വിരിച്ച വലകളിൽ പെട്ടുകൊണ്ട് അവന്റെ കുഴികളിൽ വീണുകൊണ്ട് നമ്മൾ അന്ധകാരത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ, അവിടെ കിടന്ന് മരണകരമായ പൈശാചികമായ വേദന നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ, അവിടെ കിടന്നുകൊണ്ട് യേശുവിന്റെ കുരിശിലേക്ക് ഒന്ന് നോക്കുക. അപ്പോൾ മോശയുടെ പിച്ചള സർപ്പം മോശ കമ്പിൽ ഉയർത്തിയപ്പോൾ ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയ സകലർക്കും വിടുതൽ വന്നതുപോലെ കർത്താവായ ഈശോയെ ആ കുരിശിൽ ഉയർത്തി നിർത്തിയിരിക്കുന്ന കാഴ്ച ഈ പീഡാനുഭവ ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ദിവസവും ധ്യാനിക്കുകയാണ്. അങ്ങനെ ധ്യാനിക്കുന്ന സമയങ്ങളിലെല്ലാം നിത്യജീവന്റെ വലിയ അഭിഷേകമാണ് പ്രിയമുള്ളവരെ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുന്നത്. എന്നാൽ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ വലിയ ഒരു അബദ്ധം സംഭവിക്കാറുണ്ട്. നമ്മൾ പീഡാനുഭവം ധ്യാനിക്കുമ്പോൾ അത്
വിശുദ്ധരൊക്കെ ചെയ്തപ്പോഴും അവരൊക്കെ കരയുകയും അതിൻ്റെ തീവ്രത അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ചില ഘട്ടങ്ങളിൽ മാത്രം വെറും വൈകാരിക തലത്തിൽ, വിശ്വാസത്തിൻ്റെ തലത്തിൽ അല്ലാതെ വൈകാരിക തലത്തിൽ മാത്രം ഈ സംഭവത്തെ നോക്കുന്നവരുണ്ട്. അത് ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്. ചില വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ വിവരിക്കുന്ന കഥകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു കണ്ണുനീര് വരുമെങ്കിലും അത് നമ്മളുമായി ഒരിക്കലും ബന്ധിപ്പിക്കുന്ന യാതൊന്നും നമ്മൾ അതിൽ നിന്ന് സ്വാംശീകരിക്കാറില്ല. അതുപോലെ ചിലപ്പോൾ ഒരു സിനിമ കാണുമ്പോഴാകാം സ്ത്രീകളും ആളുകളുമൊക്കെ കരയും. എന്നാൽ അത് യഥാർത്ഥത്തിൽ അവരുടെ ജീവിതവുമായി ബന്ധമില്ലാത്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അവരുടെ ജീവിതവുമായി അതിനെ അവർ കൂട്ടിമുട്ടിക്കുന്നൊന്നുമില്ല, എന്നാലും അവർ കരയും. അതുപോലെ ഈശോ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വെറും വൈകാരിക തലത്തിൽ മാത്രം നമ്മൾ കരയുകയും വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്ത് തിരിച്ചു വരുമ്പോൾ പ്രഘോഷണത്തിൻ്റെ തലത്തിൽ അത് സംഭവിക്കും. എന്നാലും നമ്മളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ആ ധ്യാനം ഒരിക്കലും ആഴ്ന്ന് ഇറങ്ങുകയില്ല. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ കുരിശിൻ്റെ വഴി ധ്യാനിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈശോയുടെ രക്ഷാകരമായ പ്രവൃത്തി നമ്മൾ പൂർണ്ണമായും അവിടെ കണ്ടുകൊണ്ട് വേണം അത് ധ്യാനിക്കുവാൻ. ഈശോ ഏറ്റ ചമ്മട്ടി അടി കാരണം, ഈശോയുടെ കൈകളിൽ ആണി തറച്ചത് കാരണം എനിക്ക് രക്ഷയുണ്ടായി എന്ന സത്യം ഞാൻ ധ്യാനിച്ചിരിക്കണം. ആ ഓരോ വേദനയിലും എനിക്ക് വിടുതലാണ് ഉണ്ടാകുന്നത് എന്ന സത്യത്തോടു കൂടെ മാത്രമേ ആ പീഡാനുഭവത്തെ ഞാൻ ധ്യാനിക്കാവൂ. വിശുദ്ധരുടെ ജീവിതമൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണുവാൻ സാധിക്കും. വിശുദ്ധര് പാപം ചെയ്യുമ്പോഴൊക്കെ വളരെയധികം അവർ ഈശോയെ വേദനിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ചില വിശുദ്ധര് ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്ത് അവരത് എങ്ങനെയാണ് ഈശോയ്ക്ക് വേദനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്, അവർ പറയുക, ഞാൻ ഒരു പാപം കുറച്ചാണ് ചെയ്തിരുന്നതെങ്കിൽ എൻ്റെ ഈശോയ്ക്ക് കുരിശിൽ കുറച്ച് മാത്രം സഹിക്കേണ്ടി വന്നാൽ മതിയായിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തിന് കാലമില്ല. അതായത് ഈശോ അനുഭവിച്ച കാലഘട്ടത്തിൽ മാത്രമല്ല, ആ സമയത്തുള്ള പാപം മാത്രമല്ല ഈശോ ഏറ്റത്, ഈ ലോകത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പാപമാണ് ഈശോ വഹിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നൊരു പാപം ഭൂതകാലത്തിൽ യേശു ക്രൂശിക്കപ്പെട്ട സമയത്ത്, യേശുവിൻ്റെ ജീവിതത്തിൽ, യേശു ചമ്മട്ടി അടിയേറ്റ സമയത്ത് യേശുവിൻ്റെ ശരീരത്തിൽ അതൊരു വേദനയായിട്ടാണ് വന്ന് പതിച്ചത്. അപ്പോൾ ഞാൻ പാപങ്ങളിൽ നിന്ന് ഒഴിയുവാൻ തീരുമാനമെടുത്താൽ ഈശോയ്ക്ക് വേദന കുറയും. ഇത് വിശുദ്ധരുടെ ഒരു ചിന്തയാണ്. അവരതുകൊണ്ട് ഈശോ അടി കൊള്ളുന്നത് കാണുമ്പോൾ അവർ ഈശോയോട് പറയുന്നത്, ഈശോ, ഞാൻ ചെയ്ത പാപം മൂലമാണല്ലോ ഈ അടി നീ ഏറ്റത്, അതുകൊണ്ട് നിന്നെ വേദനിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ഇനി ഞാൻ പാപം ചെയ്യത്തില്ല. അങ്ങനെ തീരുമാനമെടുത്തിട്ടാണ് പോരുന്നത്. പക്ഷെ വീണ്ടും പാപം അഥവാ ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ്, വിശുദ്ധർക്കൊക്കെ സംഭവിക്കുന്ന തെറ്റുകൾ വളരെ വളരെ ലഘുവായതും നിസ്സാരവുമാണ്. പക്ഷെ അതുപോലും ഈശോയ്ക്ക് ഒരു ചമ്മട്ടി അടിയായോ ഈശോയുടെ ശരീരത്തിലേക്ക് വലിയൊരു വേദനയായോ കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ട്, കർത്താവേ, ഞാൻ നിമിത്തം നീ വേദനിച്ചല്ലോ. അങ്ങനെയാണ് അവർ കുരിശിൻ്റെ വഴി ധ്യാനിക്കുക. അത് കാരണം ഞാൻ ഈ പാപത്തിൽ നിന്ന് എനിക്ക് വിമോചനം കിട്ടുവാൻ വേണ്ടി നീ വേദന ഏറ്റത് കാരണം എനിക്ക് വിമോചനം കിട്ടി, പക്ഷെ ഞാൻ കാരണം നീ വേദനിച്ചല്ലോ എന്ന് വിശുദ്ധർ ചിന്തിക്കുന്നു. അങ്ങനെയാണ് അവരുടെ ഉള്ളിൽ ഈ വേദന അധികരിക്കുന്നത്. വിശുദ്ധരൊക്കെ കുരിശിൻ്റെ വഴി ധ്യാനിക്കുമ്പോഴെല്ലാം അവരുടെ പാപങ്ങളാണ് കർത്താവിന് ഈ വേദന കൊടുത്തതെന്നുള്ള ചിന്ത അവർക്ക് വരികയാണ്. അങ്ങനെ പാപങ്ങൾ നിമിത്തം കർത്താവ് വേദന അനുഭവിച്ചു എന്നുള്ളതല്ല, ആ വേദന നിമിത്തം താൻ രക്ഷ പ്രാപിച്ചു എന്നും അവർ ചിന്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ പീഡാനുഭവം ധ്യാനിക്കുമ്പോൾ വിശുദ്ധരോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് വേണം നമ്മൾ ധ്യാനിക്കാൻ. അതിൽ നമുക്ക് 2 തീരുമാനങ്ങൾ വേണം. ഒന്ന്, ഞാൻ ഈ ദുഃഖകരമായ സത്യം കാണുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് വ്യക്തമായ ധാരണയോടുകൂടി മാത്രമേ ഞാനത് കാണുകയുള്ളൂ. രണ്ടാമത്തത്, വിശുദ്ധർ ചെയ്തതുപോലെ യേശുവിന് ഉണ്ടായ വേദനയെ ലഘൂകരിക്കുവാൻ വേണ്ടി എൻ്റെ പാപങ്ങൾ ഇനി ഞാൻ കുറയ്ക്കും എന്നൊരു തീരുമാനം കൂടെ നമ്മുടെ പീഡാനുഭവ ധ്യാനത്തിൽ നമുക്ക് സംഭവിക്കണം. ഈ 2 ചിന്തകളും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് പീഡാനുഭവ ധ്യാനം സമ്പൂർണ്ണമാകുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, യഥാർത്ഥത്തിൽ നമ്മളുടെ ജന്മദിനങ്ങൾ നമുക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. എന്നാൽ നമ്മുടെ അമ്മയ്ക്ക് അത് വേദനയുടെ ദിവസമായിരുന്നു. നമ്മുടെ അമ്മ വളരെ ഉത്കണ്ഠാകുലയായിരുന്നൊരു ദിവസമാണ്. എന്നാൽ നമ്മൾ പ്രകാശത്തിലേക്ക്, ഈ ജീവവായുവിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക്, ഈ വലിയ നിറപ്പകിട്ടിലേക്ക് കടന്നു വന്ന ദിവസമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കടന്നു വന്ന ദിവസം നമ്മളുടെ ലോകത്തിൽ ബാക്കി എല്ലാവരും
സന്തോഷിക്കുകയാണ്, വളരെ ആനന്ദിക്കുകയാണ്. നമ്മൾ വന്നു എന്നതിൻ്റെ സന്തോഷം. നമ്മളും കരഞ്ഞുകൊണ്ടാണ് വന്നത്, പക്ഷേ അതൊരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇന്ന് ഓരോ വർഷവും നമ്മളുടെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ വേദന നമുക്കറിയാമെങ്കിലും അത് നമുക്ക് സന്തോഷത്തിൻ്റെ തന്നെ ഒരവസരമാണ്. സത്യത്തിൽ ഈശോ അനുഭവിച്ച വേദന ഇതുപോലൊരു ഈറ്റുനോവാണ്. എന്നാൽ നമ്മൾ ആ ഈറ്റുനോവിനെ ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് വിടുതലിൻ്റെ വലിയ ഒരു അഭിഷേകം ഉണ്ടാകുന്നു എന്ന് വചനം പറയുന്നതിനാൽ നമ്മൾ ആ ഈറ്റുനോവിനെ ധ്യാനിക്കുകയാണ്. ഈശോ അനുഭവിച്ച വേദനയെ നമ്മൾ ധ്യാനിക്കുകയാണ്. പക്ഷേ ആ വേദനയിലൂടെ പുറത്തു വന്നത് നമ്മൾ പുതിയ മനുഷ്യരായിട്ടാണ്, നമ്മൾ സ്വർഗത്തിൻ്റെ പുതിയ കാഴ്ചകളുമായിട്ടാണ്, നമ്മൾ സ്വർഗത്തിൻ്റെ പുതിയ ശബ്ദവുമായിട്ടാണ്, സ്വർഗത്തിൻ്റെ പുതിയ ജീവവായു ശ്വസിച്ചുകൊണ്ടാണ്. നമ്മൾ പിറന്നു വീണ ആത്മാവിൽ ഈശോ നമുക്ക് ജന്മം നൽകിയ വേദനയാണ് കുരിശുമരണം. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ധ്യാനം എൻ്റെ ജീവിതത്തിൽ രക്ഷയുടെയും വിടുതലിൻ്റെയും ധ്യാനമാണ്. എന്നാൽ ഇത് ധ്യാനിക്കുന്നതനുസരിച്ച് അതെനിക്ക് ശക്തിയായും അതുപോലെ തന്നെ സൗഖ്യമായും രക്ഷയായും മാറുന്നു. അതിനാൽ നമ്മളുടെ ഈ ദിവസങ്ങളിലെങ്കിലും ഇനി മുതലുള്ള എല്ലാ ധ്യാനങ്ങളും രക്ഷയുടെ അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ടും പുതിയ തീരുമാനം, യേശുവിനെ ഇനി വേദനിപ്പിക്കുകയില്ലെന്ന തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ടും എൻ്റെ പീഡാനുഭവ ധ്യാനം ഒരു പ്രഘോഷണമാണെന്നും എൻ്റെ തലമുറകൾക്ക് വേണ്ടി സഭ ഒരുക്കി വെച്ച വലിയ അസാധാരണമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള മനോഹരമായ പ്രഘോഷണമാണെന്നും മനസ്സിലാക്കി ആഴമായ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ഈ പീഡാനുഭവങ്ങളിൽ പങ്കെടുക്കുവാൻ. അതിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്കെല്ലാം വലിയ പ്രത്യാശയും സ്നേഹവും വിടുതലും സൗഖ്യവും രക്ഷയുടെയും നിത്യജീവൻ്റെയും അനുഭവം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ സമയം പീഡാനുഭവത്തെ ധ്യാനിക്കുവാനായി വലിയ സന്നദ്ധതയോടുകൂടി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ഈ ലോകത്തിലെ മുഴുവൻ കത്തോലിക്കരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, നോമ്പും പ്രാർത്ഥനയുമായി അങ്ങയുടെ കുരിശുമരണത്തെയും പീഡാനുഭവത്തെയും ധ്യാനിക്കുന്ന സമയത്ത് വലിയ രക്ഷയുടെയും സൗഖ്യത്തിൻ്റെയും അനുഭവം ഞങ്ങളിലേക്ക് കടന്നു വരട്ടെ. വലിയ പാപബന്ധനങ്ങൾ അഴിയട്ടെ, പാപച്ചങ്ങലകൾ അഴിയട്ടെ. കർത്താവെ, ഞങ്ങളിൽ വലിയ സൗഖ്യാനുഭവങ്ങളും ഉണ്ടാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.